Mosaic India, a mirror to memorable musings. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വൈറ്റ് ബോർഡിൽ ചടുല വേഗത്തിൽ വരകൾ കോറിയിട്ട് നിമിഷങ്ങൾക്കകം വരവേഗ വിസ്മയം തീർക്കുന്ന 5 മിനിറ്റിനുള്ളിൽ 50 പ്രശസ്ത വ്യക്തികളുടെ കാരിക്കേച്ചറുകൾ വരച്ച് ലോക റെക്കോർഡ് നേടിയിട്ടുള്ള കലാകാരനാണ് പത്തനംതിട്ടയിലെ ഈ തനി നാട്ടിൻപുറത്തുകാരൻ. കാരിക്കേച്ചർ എന്ന ചിത്രകലാരൂപത്തെ തൻ്റേതായ ശൈലിയിൽ വരയരങ്ങെന്നും വരവേഗ വിസ്മയമെന്നുമൊക്കെയുള്ള ഒരു പെർഫോമിംഗ് സ്റ്റേജ് ആർട്ടാക്കി മാറ്റി ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള വ്യക്തിത്വമാണ് ജിതേഷ് ജി. 3000-ലേറെ കാരിക്കേച്ചറുകൾ തൻ്റെ ഓർമ്മയിൽ നിന്നും വരയ്ക്കാനാവുന്ന കലണ്ടറിലെ 365 ദിവസങ്ങളുടെയും പ്രത്യേകതകൾ ഓർമ്മയിൽ നിന്ന് തന്നെ വിവരിക്കാനാവുന്നതുമായ ഇദ്ദേഹത്തിൻ്റെ ബൗദ്ധിക തലം ആരെയും അത്ഭുതപ്പെടുത്തും. അഭിഭാഷക വൃത്തിയിൽ നിന്ന് ചിത്രകലയുടെ ലോകത്തേക്ക് വന്നയാളാണ് ജിതേഷ് ജി. വെറുതെ വന്ന ആളെന്നല്ല, അദ്ദേഹം ലോക പ്രശസ്തനായി മാറി. അതിലൂടെ വരയരങ്ങ് എന്നൊരു കലയുടെ ദൃശ്യാവിഷ്കാരത്തിലൂടെ കാർട്ടൂണിൻ്റെ അല്ലെങ്കിൽ ചിത്രകലയുടെ ദൃശ്യാവിഷ്കാരം സ്റ്റേജിലേക്ക് എത്തിച്ച് ലോക ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ ജിതേഷ് ജി. ജിതേഷ് ജി എങ്ങനെയാണ് ഈ ചിത്രകലയുടെ ലോകത്തിലേക്ക് എത്തിയത്? ചിത്രകലയും സംഗീതവും അതൊരു ഇൻബോൺ ടാലൻ്റ് ഒരു 80% വേണം. ഇപ്പോൾ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഡയറക്ടർ ഉണ്ടെങ്കിൽ ആരെ വേണേലും നടനോ നടിയോ ഒക്കെ ആക്കാം. ചിത്രകല എനിക്ക് കുട്ടിക്കാലം മുതലേ എം.എഫ്. ഹുസൈൻ്റെയും രാജാരവിവർമ്മയുടെയും ഒക്കെ ചിത്രങ്ങൾ കണ്ട് വളർന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ചിത്രകല വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ യേശുദാസിൻ്റെ കാർട്ടൂണുകൾ EMSൻ്റെ കാർട്ടൂൺ വരച്ചാണ് തുടങ്ങുന്നത്. പിന്നീട് ചിത്രകലയിൽ എൻ്റേതായ ഒരു പന്ഥാവ് വേണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ചിത്രകല ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്. ആ ക്രിയേറ്റീവ് ആർട്ടായ ചിത്രകലയെ എങ്ങനെയാണ് ഒരു പെർഫോമിംഗ് ആർട്ടാക്കി അവതരിപ്പിക്കാനൊക്കുക, ആ ഒരു പരീക്ഷണമാണ് ഞാൻ ആരംഭിച്ചത്. ചിത്രകല ഒരിക്കലും സ്റ്റേജിൽ മാജിക്കോ ഗാനമേളയോ പോലെ അനേകായിരം ആളുകൾ ആസ്വദിക്കുന്ന ഒരു കലാരൂപമായിരുന്നില്ല. 1990 മുതൽ ഇതിനെ ഞാൻ ഒരു സ്റ്റേജ് ആർട്ടാക്കി അവതരിപ്പിച്ച് വരികയാണ്. ഇപ്പോൾ 35 വർഷമാവുകയാണ്. വരയരങ്ങെന്നൊരു വാക്കും മലയാളത്തിലുണ്ടായിരുന്നതല്ല. ശബ്ദധാരാവലിയിൽ വരയരങ്ങെന്നൊരു വാക്കില്ല. കവിയരങ്ങ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, വരയരങ്ങെന്നൊരു വാക്ക് നമ്മൾ കോയിൻ ചെയ്ത് എൻ്റെ ഈ കലാരൂപത്തിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയാണ്. അതിനകത്ത് എനിക്ക് ട്രേഡ് മാർക്കും പേറ്റൻറ്റ് റൈറ്റും ഉണ്ട്. അപ്പോൾ ചിത്രകല ആദ്യമായി ഒരു ഇങ്ങനെ സ്റ്റേജിൽ അതൊരു സമ്പൂർണ്ണ സ്റ്റേജ് ആർട്ടാക്കി അവതരിപ്പിക്കുന്ന എന്നുള്ളതിനാണ് എനിക്ക് ട്രേഡ് മാർക്കും പേറ്റൻറ്റും ഉള്ളത്. അപ്പോൾ അത് നമ്മളിപ്പം വരയരങ്ങ് ഇങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനെ കാണിക്കാൻ നോക്കുന്ന ഒരു കാര്യമല്ല. അതിന് പ്രത്യേകമായ ചിട്ടവട്ടങ്ങളുണ്ട്, വരവേഗ വിസ്മയമുണ്ട്, വരയ്ക്കുമ്പോൾ ചിത്രങ്ങൾ ജീവൻ വെച്ച് വരും. ഇതൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെ തന്നെയാണ്. കൂടുതൽ അറിയപ്പെടുന്ന സ്പീഡ് കാർട്ടൂണിസ്റ്റ്. അതെ അതെ, വേഗവരയുടെ ഉസ്താദായിട്ടാണ് അല്ലേ? വേഗത പുതിയ തലമുറയ്ക്ക് വലിയ ആവേശമുള്ളൊരു കാര്യമാണ്. റാപ്പ് മ്യൂസിക്, റാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അറിയാവുന്ന പോലെ റാപ്പിഡ് മ്യൂസിക്കാണ്. അതുപോലെ റാപ്പ് സ്കെച്ച് അല്ലെ റാപ്പ് കാർട്ടൂൺ എന്തുകൊണ്ടായിക്കൂടാ? അങ്ങനെയാണ് ഞാൻ റാപ്പ് ടൂൺ എന്ന് പറഞ്ഞൊരു പുതിയൊരു കോയിനേജ് തന്നെ. റാപ്പ് ടൂണൊന്നും ഒരു കോയിനേജ് ഇല്ല. അങ്ങിപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ റാപ്പ് ടൂൺ എന്ന് എൻ്റെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തി മാത്രമേ കാണുകയുള്ളൂ. மிகப்பெரிய எழுத்தாளர், தமிழ்நாடு முன் முதலமைச்சர், முதலமைச்சர் ஸ்டாலினுடைய பிதாவர் கலைஞர் கருணாநிதி. ചാർലി ചാപ്ലിൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന് മരണശേഷവും ചിരിപ്പിക്കൊണ്ടിരിക്കുന്ന ചാർലി ചാപ്ലിൻ, ലോകത്തിന്റെ ഏറ്റവും വലിയ കൊമേഡിയൻ ചാർലി ചാപ്ലിൻ. കാന്തറിൽ உள்ள பிரிய மக்களை பார்க்கிறதுக்காக உங்க ஸ்டைல் பண்ண மந்திரக்காரர்கள் കൈയടിക്കുക. റാപ്പ് ടൂൺ അത് മ്യൂസിക്, DJ മ്യൂസിക് ഒക്കെ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വെച്ചുകൊണ്ട് നൃത്ത ചുവടുകളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പം വിജയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ വിജയുടെ ഡാൻസൊക്കെ അനുകരിച്ചിട്ടാണ് നമ്മൾ വിജയെ വരയ്ക്കുന്നത്. ഇത്ര സെക്കൻഡ് കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലാണ് മിന്നി മറയുന്നത് പോലെ ഈ ബോർഡിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് സ്റ്റേജിൻ്റെ
ആവേശത്തിന് ഒപ്പിച്ചുള്ള ചിത്രങ്ങളാണ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. അതാണ് വരയരങ്ങിൻ്റെ പ്രത്യേകത എന്ന് ഈ പറയുന്നത്. ഗിന്നസ് റെക്കോർഡ്സ് എന്തിലേക്കാണ്? ഗിന്നസ് 2008 5 മിനിറ്റ് കൊണ്ട് 50 പേരെ വരച്ചത്. അത് ഗിന്നസ് അന്ന് ഫീച്ചർ ചെയ്തിരുന്നു. പിന്നീട് രണ്ട് ഗിന്നസ് റെക്കോർഡുകളുടെ ഭാഗവുമാകാനൊത്തു എനിക്ക്. അത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളിലാണ്. അതിലൊന്ന് ഏഷ്യാനെറ്റിൻ്റെ ഗിന്നസ് ഇവൻറ്റിൽ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ബ്ലെസ്സിയുടെ ആ ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ചുള്ള സിനിമയ്ക്കകത്ത് ക്രിസോസ്റ്റം തിരുമേനിയെ വരച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡുണ്ട്. ആ ഇതിന് ഏറ്റവും ദൈർഘ്യമേറിയ ബയോ സിനിമയ്ക്കുള്ള ഗിന്നസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ഗിന്നസ് ഇവൻറ്റുകളിൽ ഭാഗമായി. അതുപോലെ ഇപ്പോൾ USA ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് 10 മിനിറ്റ് കൊണ്ട് 100 പ്രശസ്തരെ വേഗവര കൊണ്ട്, അതായത് ഐ എം ആൻ ആംബിഡ്രസ്റ്റസ് യു നോ എ പേഴ്സൺ ഹൂ ക്യാൻ ഡ്രോ ആൻഡ് റൈറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ് അറ്റ് ദി സെയിം ടൈം. 2 കൈകൾ കൊണ്ടുമാണ് ഞാൻ വരയ്ക്കുന്നത്. അങ്ങനെ 2 കൈകൾ കൊണ്ടും 100ഓളം പേരെ വരച്ചു. ഇപ്പം ഞാൻ VS അച്യുതാനന്ദനെയൊക്കെ വരയ്ക്കുന്നത് 6 സെക്കൻഡ് കൊണ്ടാണ്. എനിക്ക് ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടമുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ 12 പേരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി മുതൽ 1959 ജൂലൈ 31 വരെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, 1960 മുതൽ 62 വരെ പട്ടനാടുപിള്ള, 62 തൊട്ട് 64 വരെ R ശങ്കർ, 65 ആർക്കും ഭൂരിപക്ഷമില്ല, 67 മുതൽ 69 വരെ വീണ്ടും EMS, 69 നവംബർ മാസം 1-ാം തീയതി C അച്യുതമേനോൻ, 1977 വരെ C അച്യുതമേനോൻ, 1977 മാർച്ച് മാസം 25 തൊട്ട് ഏപ്രിൽ മാസം 27 വരെ K കരുണാകരൻ, 1977 ഏപ്രിൽ മാസം 27-ാം തീയതി AK ആന്റണി 36-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി. അങ്ങനെ 12 പേർ, പിണറായി വിജയൻ സഖാവ് വരെ 12 പേർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായതിൽ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ വെക്കുന്ന മുഖം 2 കൈകൊണ്ടും ചെയ്ത സഖാവ് 1923 സഖാവിൻ്റെ ജനനം. VSൻ്റെ ചിത്രം ഏറ്റവും മിനിമൽ ലൈൻസ് കൊണ്ട്. അങ്ങ് ആദ്യമായിട്ട് വരച്ച രേഖാചിത്രം ഏതാണ്? അത് ഈ പറഞ്ഞതുപോലെ 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയാണ് ഞാൻ ആദ്യമായിട്ട് 5-6 വയസ്സുള്ളപ്പോൾ ഞാൻ വരച്ചത്. ഞാൻ 6 സെക്കൻഡ് കൊണ്ട് VSനെ വരച്ച ആ റീലിനാണ് ആദ്യമായി ഒരു മലയാളിയുടെ ഇൻസ്റ്റഗ്രാം റീൽ 200 ലക്ഷം കടക്കുന്നത്. ഇപ്പോൾ അത് 21 മില്യൺ ആവുന്നത്. 200 ലക്ഷം ആദ്യമായി കടക്കുന്നത് 2 കൈ കൊണ്ട് ഞാൻ VSനെ വരയ്ക്കുന്ന ആ റീലിനാണ്. വേഗത്തിൽ വരയ്ക്കുക മാത്രമല്ല, 3000-ലേറെ പ്രശസ്ത വ്യക്തികളെ ഓർമ്മയിൽ നിന്ന് വരയ്ക്കാൻ എനിക്ക് കഴിയും. അത് അവരുടെ മൂക്കെങ്ങനെ, കണ്ണെങ്ങനെ എന്നൊക്കെ ഉള്ളത് എൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അവരുടെ ജന്മദിനം, ചരമദിനം ഒക്കെ എൻ്റെ മനസ്സിൽ ഉണ്ട്. ഇതാ ജനുവരി 21 മഹാനായ ഈ എഴുത്തുകാരൻ്റെ ജന്മദിനമായിരുന്നു. ആരാന്ന് ഇത്രയും വരച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ജൂലൈ 5 അദ്ദേഹം ഓർമ്മയായ ദിവസം. ബേപ്പൂർ സുൽത്താൻ്റെ ചിത്രം. ഈ ബ്രഷ് 5000 ഓഡിയൻസ് ഉള്ള വേദിയാണെങ്കിലും അതിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളിന് പോലും ചിത്രം നല്ല വ്യക്തമായി കാണാം. അങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ്. ഇങ്ങനെ ഇത്രയും ഇതുണ്ട്. ഇതിങ്ങനെ വെച്ച് വരയ്ക്കുമ്പോഴേ അത് കറക്റ്റ് ആവുകയുള്ളൂ. ഇത് ഞാൻ തന്നെ തയ്യാറാക്കുന്ന ബ്രഷാണ്. ഇതല്ലാതെ വേറൊരു കാര്യം വെച്ചുകൊണ്ട് സ്റ്റേജ് വരച്ചാൽ ദൂരോട്ട് കാണത്തില്ല. ഇത് വെച്ച് വരയ്ക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങ് വർഷങ്ങളും ഡേറ്റുകളും ഒക്കെ വളരെ കൃത്യമായി, പേരുകളും ഒക്കെ വളരെ കൃത്യമായി. താങ്കൾ ജനിച്ചത് 1960-ലല്ലേ? 1960-ലാണ് മോഹൻലാൽ ജനിച്ചത്. ഓക്കെ. അങ്ങ് എങ്ങനെയാണ് ഈ ഡേറ്റുകളും വർഷങ്ങളും ഈ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഓർത്തിരിക്കുന്നു? അതെങ്ങനെയാണ്? അത് അടുക്കി സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി, ബ്രെയിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുകയാണെങ്കിൽ ബ്രെയിൻ പവർ കൂട്ടാവുന്നതാണ്. ബ്രെയിൻ പവർ കൂട്ടാനുള്ള 2 എളുപ്പ വഴികളാണ്. ഒന്ന് ഡബിൾ ഡൂഡ്ലിംഗ്, 2 കൈകൾ കൊണ്ടും വരയ്ക്കുകയും എഴുതുകയും കുത്തി വരയ്ക്കുകയെങ്കിലും ചെയ്യാൻ ശ്രമിച്ച് നോക്കൂ. 2 സൈഡിലെയും ബ്രെയിൻ, അത് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിനും അതിൻ്റെ പവർ എൻഹാൻസ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ 2 കൈ കൊണ്ടും വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ അടുത്ത് വരയ്ക്കുന്നത്, ഞാൻ ഏറ്റവും ആദ്യം തീരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ EMSനെ വരച്ചിട്ടാണ് തുടങ്ങുന്നത്. 1909 ജൂലൈ 13-ാം തീയതിയാണ് EMS നമ്പൂതിരിപ്പാട് ജനിക്കുന്നത്. ആദ്യത്തെ ഇടതുപക്ഷ സർക്കാരാണ് 1957-ലെ സർക്കാർ. ഇത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഇടത് കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് വരയ്ക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ ചിത്രമാണ്. കാർട്ടൂൺ ആയതുകൊണ്ടാണ് തലയൊക്കെ അങ്ങനെ വരയ്ക്കുന്നത്. അത് യേശുദാസൻ സാറാണ് ഈ സ്റ്റൈലിൽ വരച്ച് പ്രചരിപ്പിച്ചത്. അത് എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് യേശുദാസൻ സാറ്. അദ്ദേഹത്തിൻ്റെ വരയ്ക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നും EMSനെ വരയ്ക്കുന്നത്. ബാക്കി ചിത്രങ്ങളൊക്കെ ഞാൻ എൻ്റേതായ ശൈലി ഉണ്ടെങ്കിലും ഇത് ഞാൻ എൻ്റെ ഗുരുനാഥനായ യേശുദാസൻ സാറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
അതേ രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഓ ഗ്രേറ്റ്. EMS നമ്പൂതിരിപ്പാട് ഈ ചിത്രം കണ്ടിട്ടുണ്ടോ അങ്ങ് വരച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ EK നായനാരെ അടുത്തിരുന്ന് വരച്ചിട്ടുണ്ട്. ഓ, അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് പിണറായി സഖാവിനും ഞാൻ വരച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷേ EMSന് അങ്ങനെ ചിത്രം സമ്മാനിക്കാൻ ഒത്തിട്ടില്ല. 2 തവണയാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. 1957 തൊട്ട് 59 വരെയും അതുപോലെ 67 തൊട്ട് 69 വരെയുമാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് 2 ക്ലൂ തരാം. അദ്ദേഹം ജനിച്ചത് 1919 ഡിസംബർ മാസം 9-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ലോങ്ങസ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് അദ്ദേഹമാണ്. 11 വർഷക്കാലം അദ്ദേഹം കേരളം ഭരിച്ചു. 3 തവണ. നല്ല തമാശക്കാരനായിരുന്നു. ഞാൻ വളരെ തൊട്ടടുത്തിരുന്ന് അദ്ദേഹത്തിന് ചിത്രം വരച്ച് സമ്മാനിച്ചു. അന്ന് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. ഇന്ന് കേരള മന്ത്രിസഭയിലെ ഏതാണ്ട് 80% മന്ത്രിമാരും അവർ യുവജന നേതാക്കളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അവരെ ലൈവായിട്ട് എൻ്റെ വരയിറങ്ങനെ അവർ വന്നിട്ടുമുണ്ട്, ലൈവായിട്ട് വരച്ചിട്ടുമുണ്ട്. അത് ഞാൻ പലരും തമാശന് പറയും ഞാൻ വരച്ചവരെല്ലാം മന്ത്രിമാരായെന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ നമ്മുടെ കേളുവേട്ടനെ വരച്ചു. കേളുവേട്ടൻ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും മന്ത്രിയായി. അപ്പോൾ കേളുവേട്ടനെ ആണ് ഇപ്പോൾ ലാസ്റ്റ് വരച്ചിട്ട് മന്ത്രിയായത്. 1980 ജനുവരി 25-നാണ് അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിന് മുഖ്യമന്ത്രിയാവുന്നത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭ ആരാധനയുടേതായിരുന്നു ചോദിച്ചാൽ അത് 1977 തൊട്ട് 77 മാർച്ച് 25 തൊട്ട് ഏപ്രിൽ 27 വരെയുള്ള കെ കരുണാകരൻ മന്ത്രിസഭയാണ്. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി ആയത് CH ആണ്. അത് 54 ദിവസം മാത്രം. പക്ഷേ ഇദ്ദേഹം 4 തവണ കേരളത്തിന് മുഖ്യമന്ത്രിയായി. പക്ഷേ ലോങ്ങസ്റ്റ് സെർവിങ് ഏറ്റവും കൂടുതൽ കാലം ഭരിക്കാൻ കഴിഞ്ഞത് EK നായനാർക്കാണ്. ഇദ്ദേഹത്തിന് പലപ്പോഴും മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കാതെ രാജിവെച്ച് പോകേണ്ടി വന്നു. 1918 അദ്ദേഹം ജനിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ കണ്ണോത്ത് വീട്ടിൽ രാമണ്ണി മാരാരുടെയും കല്യാണി മാരസിയാരുടെയും മകനായി ജൂലൈ മാസം 5-ാം തീയതിയാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം അന്തരിക്കുന്നത് 2010 ഡിസംബർ 23-നാണ് അന്തരിക്കുന്നത്. ഡിസംബർ 23 ഞാൻ ആലോചിക്കും ഇദ്ദേഹം ആരെയാണ് കിങ് ആക്കിയത്, ഇദ്ദേഹം എങ്ങനെയാണ് കിങ് മേക്കർ ആയത്. കിങ് ആക്കിയ നരസിംഹറാവു അന്തരിച്ചതും ഡിസംബർ 23-നാണ്. അത് പക്ഷേ 2004-ലാണ്. ഇദ്ദേഹം അന്തരിച്ചത് 2010-ലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒരേ ദിവസമാണ്. അന്തരിച്ച ദിവസം ഡിസംബർ 23-ആണ്. ഇന്ത്യയിലെ കർഷക ദിനം കൂടിയാണ്. ചൗധരി ചരൺ സിംഗ് ജനിച്ച ദിവസമാണ്. 1902 ഡിസംബർ 23-നാണ് ചൗധരി ചരൺ സിംഗ് അന്തരിച്ചതെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ സുഗതകുമാരി ടീച്ചറിൻ്റെ ജന്മദിനമാണ് ഇന്ന്. പക്ഷേ സുഗതകുമാരി ടീച്ചർ അന്തരിച്ച ദിവസം കൂടിയാണ് ഡിസംബർ 23. ജനുവരി 22-ന് ജന്മദിനവും ഡിസംബർ 23 അന്തരിച്ച ദിവസമാണ് സുഗതകുമാരി ടീച്ചറുടെ. അടുത്തത് വരയ്ക്കുന്നതായിരുന്നു ചോദിച്ചാൽ ക്ലൂ പറയാം. 1943-ലാണ് ജനനം. ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ജനിച്ചത്. അദ്ദേഹം ആദ്യമായി MLA ആകുന്നത് 1970-ലാണ്. 1970-ലെ അസംബ്ലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1970 അസംബ്ലിയിൽ ആദ്യമായി MLA ആയ 3 പേർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അതിലൊരാളാണ് ഇദ്ദേഹം. മറ്റ് 2 പേർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് AK ആൻ്റണിയാണ്, മറ്റൊരാൾ പിണറായി വിജയനുമാണ്. ഈ 3 പേരും 1970-ലാണ് ആദ്യമായി MLA ആകുന്നത്. ഇനി അടുത്ത ക്ലൂ ഞാൻ വരയ്ക്കാൻ പോകുന്ന വ്യക്തി അന്തരിച്ച തീയതി ജൂലൈ 18-ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരായിരിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ ഓമന പേരാണ് കുഞ്ഞുഞ്ഞ. മുടി ചീകാൻ പോലും അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യ തന്നെയാണ് മുടി വെട്ടിക്കൊടുക്കുന്നത്. ബാർബറുടെ അടുത്ത് പോലും പോകാനുള്ള സമയം അദ്ദേഹത്തിനില്ലായിരുന്നു. ഇത്രയും ജനകീയനായ ഒരു മഹാമനുഷ്യൻ. അദ്ദേഹം പുസ്തകമൊന്നും അധികം വായിച്ചിട്ടില്ല, പക്ഷേ മനുഷ്യരെ വായിച്ചു. പുസ്തകം വായിക്കുന്നതിലും മഹത്തായ കാര്യമാണ് മനുഷ്യനെ വായിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ ഹൃദയം വായിച്ച മനുഷ്യനാണ്. ലോകത്ത് പുസ്തകം വായിക്കുന്നതിനേക്കാളും വലിയ കാര്യം ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുന്നതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. സാധാരണ ഞാൻ വലിയ പുസ്തക വായനയുള്ള മനുഷ്യരോടാണ് എനിക്കിഷ്ടം. പക്ഷേ ഇദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെട്ടത് പുസ്തക വായനയേക്കാൾ പ്രധാനം മനുഷ്യൻ്റെ ഹൃദയം വായിക്കുന്നതാണ്, ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയത് ഇദ്ദേഹം തന്നെയാണ്. ഉണ്ണിമായയുടെ വല്യപ്പൂപ്പൻ ഇവിടെ MLA ആയിരുന്നു പത്തനാട്ടെ. പിന്നെ അപ്പൂപ്പൻ വീനസ് ബുക്സ് എന്ന് പറഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ പുസ്തക പ്രസാധനം. അത് ഇങ്ങനെ തുറച്ചുകൊണ്ടിരിക്കും പറയണ്ട. എല്ലാവരും വിചാരിക്കും ഭാര്യയെ കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്ന മഹാക്രൂരനാന്നൊക്കെ ട്രോൾ ചെയ്യും. 2014 പ്രധാനമന്ത്രിയായ ഇദ്ദേഹം 3 തവണയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതിനു മുമ്പ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. 1950-ലാണ് ജനനം.
സെപ്റ്റംബർ 17 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. താടിയാണ് അദ്ദേഹത്തിൻ്റെ മോടി. എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും? ഞാൻ 24ഓളം രാജ്യങ്ങളിൽ വരയരങ്ങുമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചു. അവിടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് ചെയ്തത്. ഞാൻ ഈ 366 ദിവസങ്ങളുടെയും 300-ലേറെ വർഷങ്ങളുടെയും പ്രത്യേകതകൾ ഓർമ്മയിൽ നിന്ന് പറയുന്ന 1,00,000-ഓളം ഇൻഫർമേഷൻ ഓർമ്മയിൽ നിന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ പേര് തന്നെ അവിടെ വലിയ രീതിയിൽ അവിടെ കാണിച്ചത് ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. എനിക്ക് വലിയ ഒരു അഭിമാനം തോന്നി. അതുപോലെ അമേരിക്കൻ ടെഡെക്സിൽ ഞാൻ സംസാരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ടെഡ് ടോക്സിൽ. അങ്ങനെ ഓസ്ട്രേലിയയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, മെൽബണിൽ ചെയ്തിട്ടുണ്ട്, സിംഗപ്പൂർ, GCC എല്ലാം. അതുപോലെ 5 ദിവസം കൊണ്ട് 5 വിദേശ രാജ്യത്ത് പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു രാജ്യത്താണെങ്കിൽ അടുത്ത ദിവസം ഉറങ്ങുന്ന അടുത്ത രാജ്യത്താണ്. അങ്ങനെ 5 ദിവസം 5 രാജ്യത്ത് പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്ന ഒരു തുടർ പ്രോഗ്രാമുകൾ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. വരയ്ക്കാൻ പോകുന്ന വ്യക്തി രാധാകൃഷ്ണൻ സാറ് ജനിച്ച വർഷത്തിൽ തന്നെ ജനിച്ച ആളാണ്. 1960-ൽ പലർക്കും ഓർമ്മ കിട്ടുന്നുണ്ടാവും. 1960-ൽ പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ ജനിച്ച മലയാളത്തിൻ്റെ താരരാജാവ്. മെയ് 21 ജന്മദിനം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരും മുത്തച്ഛൻ മാണപ്പാടത്ത് രാമൻ നായരും ഈ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ 8 വർഷത്തോളം താമസിച്ചിട്ടുണ്ട്. അവർ താമസിച്ച വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതാ മലയാളത്തിൻ്റെ അഭിനയ വിസ്മയം, നടന വിസ്മയം ശ്രീ മോഹൻലാൽ, പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമാണ്. ഇന്ന് എനിക്ക് വരയ്ക്കേണ്ടി വരുന്നത് കൂടുതലും സിനിമാ താരങ്ങളെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിമാരെയോ പ്രധാനമന്ത്രിമാരെയോ ഒന്നുമല്ല പുതിയ ജനറേഷൻ കൂടുതൽ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് കൊറിയൻ താരങ്ങളൊക്കെയാണ്. K-പോപ്പും K-ഡ്രാമയും ഒക്കെയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡുകൾ. അതുപോലെ റോക്കി ബായി, ഉണ്ണി മുകുന്ദൻ, ഇവരെയൊക്കെ ധാരാളമായിട്ട് സ്റ്റേജുകളിൽ വരയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വിജയിയെ ദക്ഷിണേന്ത്യയിൽ എവിടെ ചെന്നാലും വിജയിയും സൂര്യയും വരയ്ക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അല്ലു അർജുനും ധാരാളമായി കാമ്പസി ഫാൻസിനെ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ പിന്നെ നിത്യവിസ്മയമാണ്. എപ്പോൾ ചെന്നാലും എല്ലാവരും ആവശ്യപ്പെടുന്നു മോഹൻലാലിനെ വരയ്ക്കാൻ. മോഹൻലാൽ ഇപ്പോൾ താടി വെച്ചിട്ടുണ്ട്. താടി വെച്ചിട്ട് വരയ്ക്കാനും വെക്കും, പക്ഷേ അതിൽ കുറെ കൂടെ മഷിയാവുന്നതുകൊണ്ടാണ് ഞാൻ താടി ഇല്ലാത്ത മോഹൻലാലിനെ വരയ്ക്കുന്നത്. ഈ മഷിക്ക് വലിയ എക്സ്പെൻസാണ്. അതുപോലെ ഈ ബ്രഷും നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വര കഴിയുമ്പം ഈ ബ്രഷ് എടുത്ത് കളയേ വെക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് താടി കുറവുള്ളവരെ, കഷണ്ടിയുള്ളവരെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് വരയ്ക്കുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, ഈ മഷിയുടെ എക്സ്പെൻസ് കാരണമാണ്. ഈ സ്പീഡ് കാർട്ടൂണിൻ്റെ ലോകത്ത് ഇനി എന്താണ് പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയയുമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്? ഈ റാപ്പ് പാട്ടുകളുടെ റാപ്പ് സോങ്സിൻ്റെ കാലമാണ്. അതുകൊണ്ട് റാപ്പ് ടൂൺ എന്ന് ബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്നത്. റാപ്പ് ടൂൺ ത്രില്ലറാണ്. റാപ്പ് സ്കെച്ചിനാണ് വലിയ പ്രാധാന്യം. അത് നമ്മൾ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട്, മൈക്കിൾ ജാക്സൻ്റെയൊക്കെ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെയൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടും അതുപോലെ DJ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി അങ്ങനെ കാമ്പസിനെയൊക്കെ ഇളക്കി മറിക്കുന്ന രീതിയിൽ മൈക്കിൾ ജാക്സനെയും കൊറിയൻ BTS താരങ്ങളെയും
അതുപോലെ ബ്രഹ്മാണ്ഡ സിനിമാ താരങ്ങളെയൊക്കെ വരച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റേജ് ഷോയിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു 10 ഇരട്ടി വേഗതയാണ്. അപ്പോൾ അത് ഓഡിയൻസ് നൽകുന്ന കയ്യടിയും അവരുടെ സന്തോഷമൊക്കെയാണ് നമ്മുടെ വേഗത വർദ്ധിപ്പിക്കുന്നത്. അത് ഇങ്ങനെയല്ല, ഒരു 4-5 ബോർഡുകൾ വെച്ചിട്ട് അത് തുടയ്ക്കാൻ പ്രത്യേകം പ്രൊഫഷണൽ ക്രൂ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര വേഗത്തിലാണ് നമ്മൾ സ്റ്റേജ് വരയ്ക്കുന്നത്. ഈ അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുള്ളതിൽ എന്നും ഓർത്തു വെക്കുന്നത് എന്താണ്? വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഗവർണർ PS ശ്രീധരൻപിള്ള ചേട്ടൻ അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ എൻ്റെ പ്രോഗ്രാം 100-ലേറെ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ വരച്ചുകൊണ്ട് അതിൻ്റെ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്ത് ഉൾപ്പെടെയുള്ളവർ വന്ന്, ശ്രീപത് നായിക് കേന്ദ്രമന്ത്രി, അതുപോലെ ഗോവ നിയമസഭയിലെ എല്ലാ അംഗങ്ങളും, മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും, അവരെല്ലാം സാക്ഷികളാക്കിക്കൊണ്ടുള്ള സ്റ്റേജ് ഷോ വലിയ പ്രശംസയാണ്. ഇംഗ്ലീഷിലായിരുന്നു ഞാൻ ആ പ്രോഗ്രാം ചെയ്തത്. അങ്ങനെയുള്ള ബി ആൻ ഇന്ത്യൻ, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ വരച്ചുകൊണ്ട് ഗോവ രാജ്ഭവനിൽ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാം ചെയ്തത്. ഇപ്പോൾ സ്കൂൾ ശാസ്ത്രമേളയിൽ 100-ലേറെ ശാസ്ത്രജ്ഞന്മാരെ വരച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലൊരു പ്രോഗ്രാം ഞാനത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഒരു സചിത്ര പ്രശ്നോത്തര രൂപത്തിൽ ആ പ്രോഗ്രാം അവതരിപ്പിച്ചു. കേൾവിയുടെ ഉത്സവം മാത്രമല്ല കല, കാഴ്ചയുടെ ഉത്സവം മാത്രമല്ല കല, അത് മനനത്തിൻ്റെ ഉത്സവമാണ്, ചിന്തനയുടെ ഉത്സവമാണ്. അപ്പോൾ ഇതൊരു ഇൻഫോർടൈൻമെൻറ്റ് കലാരൂപമാണ് വരയരങ്ങ് എന്ന് പറയുന്നത്. ഇപ്പോൾ 7 ഞാനിവിടെ വരയ്ക്കുകയാണെങ്കിൽ 7 നിന്ന് ടാഗോറിനെ വരയ്ക്കുന്നു. വെറുതെ വരയ്ക്കുന്നതല്ല, 7 ടാഗോറിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹം അന്തരിച്ചതും 7-ാം തീയതിയാണ്. 1861 മെയ് 7-നാണ് അദ്ദേഹം ജനിച്ചത്. 1941 ഓഗസ്റ്റ് 7-നാണ് അദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യയുടെ മഹാനായ കവി. ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ 7-ാം സ്ഥാനമാണുള്ളത്. ഇതാ 7 നിന്ന് ടാഗോറിനെ വരയ്ക്കുന്നു. ടാഗോറിനെ വരയ്ക്കുമ്പോൾ 1913 നൊബൽ സമ്മാനം നേടിയ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ 4 വരികൾ കൂടി. Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic votes, where words come out from the depth of truth, where tireless striving stretches his arms towards perfection, where the clear stream of reason has not lost its way into dreary desert sand of dead habits, where the mind is led forward by thee into ever-widening thought and action. In that heaven of freedom, my father, let my country awake. ടാഗോറിൻ്റെ ചിത്രം ഇവിടെ പൂർണ്ണമാകുന്നു. എൻ്റെ സ്റ്റേജ് ഷോകൾ വൈൻഡപ്പ് ചെയ്യുന്നത് ഞാൻ ദേശീയഗാനം ചൊല്ലിക്കൊണ്ടല്ല, ദേശീയഗാനം എഴുതിയ ഇന്ത്യയുടെ ദേശീയഗാനവും ശ്രീലങ്കയുടെ ദേശീയഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോന ബംഗ്ലായും എഴുതിയ രബീന്ദ്രനാഥ ടാഗോറിനെ വരച്ചുകൊണ്ടാണ്, വിശ്വമഹാകവി രബീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ 4 വരികൾ ചൊല്ലിക്കൊണ്ടാണ്, അദ്ദേഹത്തെ വരച്ചുകൊണ്ടാണ് വരയരങ്ങ് പൂർണ്ണമാകുന്നത്. ടാഗോറിനും ജിതേഷ് ജിക്കും താടി ഉണ്ടായത് ആകസ്മികമാകാം. അതെ, ആകസ്മികമാകാം. ഇന്ന് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന രാധാകൃഷ്ണൻ സാറിനെ, രാധാകൃഷ്ണൻ കുറ്റൂർ എന്ന ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനെ, ഹിന്ദുവിൻ്റെ ലേഖകനെ, പ്രസ് ക്ലബിൻ്റെ, പത്തനംതിട്ട ജില്ലാ പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡൻറ്റിനെ വേഗവരകളിലൂടെ വരയ്ക്കാം. എൻ്റെ വരയരങ്ങിന് വലിയ പ്രോത്സാഹനമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. അതുപോലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ പ്രോത്സാഹനം അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾ നീണ്ട ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം 1960-ലാണ് ജനിച്ചത്. 16 ജൂലൈയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. വളരെ കൃത്യമായി ഓർത്തിരിക്കുകയാണല്ലോ. 16 എന്ന് പറയുമ്പം സൾഫറിൻ്റെ അറ്റോമിക് നമ്പറാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പദസമ്പത്താണ്. ഇംഗ്ലീഷിൽ നല്ല വെക്കാബുലറി ഉള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ഞാനിപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ല വെക്കാബുലറിയാണ് അദ്ദേഹത്തിൻ്റെ. പത്രപ്രവർത്തകരെല്ലാം കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു പത്രപ്രവർത്തകന് നല്ല പദസമ്പത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രപ്രവർത്തനം നടത്തുമ്പോൾ മാതൃകയാക്കേണ്ട വ്യക്തിയാണ് പത്രപ്രവർത്തകർ. നല്ല ജനറൽ അവയർനെസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യം, അവതരിപ്പിക്കുന്ന രീതി, പക്വത ഒക്കെ പുതിയ കാലത്തെ മാധ്യമ സംസ്കാരം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്.
കാച്ചിക്കുറുക്കിയ കവിത എന്ന് പറയുന്നത് വൈലോപ്പള്ളി കവിതയാണ്. മിനിമലിസമാണ് എൻ്റെ കലയുടെ പ്രത്യേകത. ഏറ്റവും മിനിമൽ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ലൈക്നെസ് എങ്ങനെ വരുത്താമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണിയെടുക്കാവുന്ന കാച്ചിക്കുറുക്കിയ വരയിലാണ് ഞാൻ അദ്ദേഹത്തെ വരച്ചിരിക്കുന്നത്. ഒരു വര പോലും അനാവശ്യമായി പാഴിക്കളയാതെ ഏറ്റവും മിനിമൽ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ലോകമറിയുന്ന ഈ മാധ്യമപ്രവർത്തകനെ ഇവിടെ വരയ്ക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഹായ് ജിതേഷ്. ഹായ്. ഇഷ്ടപ്പെട്ടോ ചിത്രം? റൈറ്റ്. താങ്ക് യു. സ്ട്രീറ്റ് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയെ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങൾക്കറിവുള്ളതുമായ ചില സ്ഥലങ്ങളോ വ്യക്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊസൈക്ക് ഇന്ത്യയുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ കൂടി പാർട്ടിസിപ്പേഷൻ മൊസൈക്ക് ഇന്ത്യയുടെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുമല്ലോ. ഇനി മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടു സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Magniloquent, optimistic, zestful, awesome, inspirational, and courageous. Let's explore together.